മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസിന് രഹസ്യമായോ പരസ്യമായോ ധാരണയില്ലെന്ന് ആവർത്തിച്ച് കോൺഗ്രസ്. കോഴിക്കോട് കൊടിയത്തൂരിലെ UDF കൺവെൻഷനിൽ വെൽഫെയർ നേതാവ് പങ്കെടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാറിന്റെ വിശദീകരണം. ഇക്കാര്യം പരിശോധിക്കുമെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞിരിക്കുന്നു. സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞു. UDFന്റെ കൺവെൻഷനും പൂർത്തിയായി. പൂർണ്ണ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് UDF കോഴിക്കോട് കോർപ്പറേഷൻ കടക്കുകയാണ്. നമുക്കൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ പ്രവീൺ കുമാറുണ്ട്. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിരിക്കുന്നു. BMNന് വോട്ടില്ലാത്തത് വലിയ വിവാദമായി മാറിയിരുന്നു. എങ്ങനെയുണ്ട് പത്രികാ സമർപ്പണത്തിന്റെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞു? വിശ്വാസി ഒരിക്കലേ പാമ്പ് കടിക്കുള്ളൂ. ഗ്രാമപഞ്ചായത്തടക്കം ഈ ജില്ലയിൽ നൽകിയ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ഡമ്മി സ്ഥാനാർത്ഥികളുടെയും പത്രിക സ്വീകരിച്ചിരിക്കുന്നു. ഒരു ചെറിയ പഴം പോലും ഉണ്ടായിട്ടില്ല. ഒരു പഴവും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസി ഒരു തവണ പാമ്പ് കടിക്കുന്ന പറയുന്നത് അതെല്ലാം ഉണ്ട്. വളരെ കരുതൽ നൽകിയിരുന്നു. 3 ടയർ പരിശോധന നടത്തിയിരുന്നു. അതിനുവേണ്ടിയുള്ള പരിശോധനയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഡമ്മി സ്ഥാനാർത്ഥിയുടെ പട്ടിക പോലും തള്ളേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി ഒരിക്കലും ഇത്തരത്തിലെ മേൽനോട്ടപ്പിഴവ് ഇനിയും ജില്ലയിൽ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് എ ലെസൺ, ഇറ്റ് വാസ് എ ലെസൺ. അതൊരിക്കലും ഉണ്ടാവില്ല. അതൊരു മേൽനോട്ടപ്പിഴവെന്നല്ല, അതൊരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിലുണ്ടായ പിഴവാണ്. ഉണ്ടാവുമെന്നുറച്ച കാര്യം ഉണ്ടാവില്ല എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യം ചിന്തിച്ചു പോയ ഒരവതാണ്. അത് കഴിഞ്ഞു. ഏതായാലും ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. നഗരസഭയും ജില്ലയും ഗ്രാമവും മുനിസിപ്പാലിറ്റിയും ബ്ലോക്കുകളും പിടിക്കാനായി. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായോ രഹസ്യമായോ ബന്ധം ഒരിടത്തും ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ കൊടിയത്തൂരിൽ നിന്നും മറിച്ചൊരു ദൃശ്യങ്ങളാണ് ഇന്നലെ ഇന്നുമൊക്കെ പുറത്തു വരുന്നത്. നിങ്ങൾ അതിൽ തൊട്ടപ്പുറത്ത് മുക്കം മുനിസിപ്പാലിറ്റി ഉണ്ട്. വെൽഫെയർ പാർട്ടി കോൺഗ്രസ് നേർക്കുനേരെ മത്സരിക്കുക. മുക്കം മുനിസിപ്പാലിറ്റി നേർക്കുനേരെ മത്സരിക്കുമ്പോൾ കൊടിയത്തൂരിൽ മുന്നിൽ നിന്ന് ആരാ വിശ്വസിക്കുക? കൊടിയത്തൂരിൽ സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാൻ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ പോയത് UDF നേതാക്കളൊപ്പമാണ്. ഇന്നലെ അവിടെ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വിദ്യാ ബാലകൃഷ്ണനും ബഷീർ MLA അടക്കം ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങളടക്കം പുറത്തു എന്റെ അറിവപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാനത് പരിശോധിക്കും. ഞാനൊരു കാര്യം കട്ടൻഡറിയെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ UDFന്റെ ഘടകകക്ഷികളും അസോസിയേറ്റിംഗ് RMPയുമായി അപ്പുറത്ത് ഒരു കക്ഷിയുമായും UDFന് സീറ്റ് തരണയോ മുന്നണി ബന്ധമോ ഇല്ല. കൊടിയത്തൂരിലെ പരിശോധിക്കും. ഉണ്ടെങ്കിൽ പരിശോധിക്കും. ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഉണ്ടെങ്കിൽ പരിശോധിക്കും. അങ്ങനെ വേദി പങ്കിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രാവിലെ തന്നെ. ഉണ്ടെങ്കിൽ തീർച്ചയായും പരിശോധിക്കും. ഉറപ്പായും പരിശോധിക്കും. ഈ കോർപ്പറേഷനിലെ ഒരു സൗദ എന്ന സ്ഥാനാർത്ഥിയെ കുറിച്ചും ഇങ്ങനെ പറയുന്നു. വെൽഫെയർ പാർട്ടി നോമിനി ഞാനല്ലേ പ്രഖ്യാപിച്ച സൗദയെ? ഏതെങ്കിലും പാർട്ടി സമ്മതിക്കുമോ? ഞങ്ങളല്ലേ പറയുന്നത്. കാരണം വെൽഫെയർ പാർട്ടി സ്വന്തം പറയണ്ടേ? UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഞാനാണ്. പിന്നെ ഇങ്ങനെ വെൽഫെയർ പാർട്ടി സ്വതന്ത്രമായി പ്രഖ്യാപിക്കാൻ സാഹചര്യം അത് അവിടുത്തെ ജയിക്കാനുള്ള സാഹചര്യം കിടന്നു. UDF സ്ഥാനാർത്ഥിയാണ്. ഞാൻ ഇവിടെ വന്നല്ലോ. ഞാൻ പ്രഖ്യാപിച്ചു. ഇവിടുന്ന് പ്രഖ്യാപിച്ചല്ലോ. DCC പ്രസിഡന്റ് പ്രഖ്യാപിച്ച UDF സ്വന്തം സ്ഥാനാർത്ഥി എങ്ങനെയാ വെൽഫെയർ സ്ഥാനാർത്ഥി? നിങ്ങൾ അങ്ങനെയൊന്നും ദയവായി അങ്ങനെയൊന്നും സൃഷ്ടിക്കരുത്. ഇത് ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി. നിലവിലുണ്ടെങ്കിൽ പരിശോധിക്കും. ഞാൻ അന്വേഷിക്കട്ടെ എന്തായാലും. ഓക്കെ. എന്തായാലും അദ്ദേഹം ഇപ്പോഴും പറയുന്നത് പരസ്യമായോ രഹസ്യമായോ ഒരു ബന്ധവും വെൽഫെയർ പാർട്ടിയുമായില്ല. കൊടിയത്തൂരിലെ സാഹചര്യം പ്രത്യേകമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കൊടിയത്തൂരിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വാർഡുകളിൽ UDF സ്ഥാനാർത്ഥിയില്ല. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വെൽഫെയർ പാർട്ടിയുമായി രഹസ്യമായോ പരസ്യമായോ ബന്ധമില്ല എന്ന് പറയുമ്പോഴും നമുക്ക് മുന്നിൽ തെളിവുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. UDFന്റെ പൊതുപരിപാടിയിൽ വെൽഫെയർ പാർട്ടി നേതാവ് വന്ന് പ്രസംഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ അത് UDFനെ വളരെയധികം പ്രതികൂലമായി ആയിരിക്കില്ലേ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക? അതുപോലെ തന്നെ ഇപ്പോൾ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വാർഡുകളിൽ UDF സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതും സംശയത്തിന്റെ ആക്കം കൂട്ടുകയല്ലേ? കോഴിക്കോട് ജില്ലയിൽ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ രഹസ്യമായ ധാരണകൾ വെൽഫെയർ പാർട്ടി UDF തമ്മിൽ ഉണ്ട് എന്നതാണ് ഏറെ വസ്തുത. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൊടിയത്തൂരിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. കൊടിയത്തൂരിലെ 2 വാർഡുകളിലെ വെൽഫെയർ പാർട്ടിക്ക് UDF നൽകിയിരിക്കുകയാണ്. അത് UDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേളയിലും പിന്നീട് ഈ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാനായി പോയപ്പോൾ UDFന്റെ അറിയപ്പെടുന്ന നേതാക്കൾ തന്നെയാണ് ഇവർക്കൊപ്പം പത്രിക സമർപ്പണത്തിന് പോയത്. ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് തല UDF കൺവെൻഷനിൽ KC അസ്ലം എന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പങ്കെടുക്കുകയും ചെയ്ത് ഇതേ ചടങ്ങിൽ വിദ്യാ ബാലകൃഷ്ണൻ KPCC ഭാരവാഹിയും PK ബഷീർ MLA അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പിന്നീട് മണ്ഡലത്തിൽ ഉടനീളം വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ തന്നെയാണ് ഈ 2 പേരും വോട്ട് ചോദിക്കുന്നത്. ഇവർക്കായി പ്രചാരണ സാമഗ്രികൾ UDF പ്രവർത്തകർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് UDF പിന്തുണ നൽകുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ലേബലിലാണ് ഈ സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടി അവരുടേതായ നിലയ്ക്കും ഈ സ്ഥാനാർത്ഥിക്കായി വോട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി പ്രവർത്തകരും UDF ഒക്കെ ഒരേപോലെ ഒന്നിച്ചു പോയി വോട്ട് ചോദിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം കൊടിയത്തൂരിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലുള്ള മറ്റു ചില പഞ്ചായത്തുകളിലും സമാനമായ രീതി ഉണ്ട്. മുക്കം നഗരസഭയിൽ മാത്രം കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും രണ്ട് തട്ടിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മുക്കത്ത് സൗഹൃദ മത്സരം നടത്തിയിരുന്നു. മുന്നണി എന്ന രീതിയിൽ സീറ്റുകൾ നൽകി മത്സരിച്ചിരുന്നു. പക്ഷേ ഇത്തവണ സീറ്റ് വിഭജന ചർച്ചയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ 4 സീറ്റിൽ മുക്കത്ത് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അവിടെ നേരിട്ടുള്ള മത്സരം നടക്കുന്നു. മറ്റു പല ഇടങ്ങളിലും ജില്ലയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് നൽകുന്നു. ഒപ്പം വെൽഫെയർ പാർട്ടി സ്വതന്ത്രരെ മത്സരിപ്പിക്കുന്ന ഇടങ്ങളിൽ UDFിൻ്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ആരോപണം ഉയർന്ന ആദ്യഘട്ടം മുതൽ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായോ രഹസ്യമായോ യാതൊരു ധാരണയും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനില്ല, അല്ലെങ്കിൽ UDFിനില്ല. അത് തങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുന്നുവെന്ന് പറയുന്നു. കൊടിയത്തൂരിലെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ K പ്രവീൺകുമാർ പറയുന്നത് അങ്ങനെ ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കും എന്നാണ്. എന്തായാലും ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള ഈ സഖ്യം അത് മുസ്ലിം മേഖലകളിൽ പ്രത്യേകിച്ചും സമസ്ത പോലുള്ള പണ്ഡിത സഭകളിലും വലിയ ഒരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇവർക്കുമായി രാഷ്ട്രീയമായ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കരുത് എന്ന് ഇന്നലെ ഉമർ ഫൈസി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, സമസ്തയുടെ സെക്രട്ടറി തലത്തിലുള്ള ആളുകൾ വരെ പറയുന്ന ഒരു സാഹചര്യം. നേരത്തെ തന്നെ സമസ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ തത്വങ്ങൾക്ക് എതിരാണ്, അവരുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മുസ്ലിം മേഖലയിൽ നടത്തുന്ന കാര്യങ്ങൾക്കൊക്കെ എതിരാണ്. അതുകൊണ്ട് ഇവരുമായി ഒരു സഖ്യവും പാടില്ല എന്നാണ് സമസ്തയുടെ അടക്കം നിലപാട്. എന്തായാലും അത്തരം ഒരു ശക്തമായ എതിർപ്പൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഒരു പരസ്യമായ സഖ്യം വേണ്ട എന്നൊരു തീരുമാനത്തിൽ UDF എത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യം UDF ഉണ്ടായിരുന്നു. അത് പരസ്യമായി അവർ പിന്തുണ നൽകുന്നുവെന്നും ആ പിന്തുണ സ്വീകരിക്കുന്നുവെന്നും UDF നേതൃത്വം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതേ തുടർന്ന് വലിയ വിമർശനമാണ് വെൽഫെയർ പാർട്ടി UDF സഖ്യത്തിനെതിരെ BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വരുന്നത്. വർഗീയ കക്ഷികളുമായി കോൺഗ്രസ് സന്ധി ചെയ്യുന്നുവെന്ന ആരോപണമാണ് അന്ന് ഉയരുകയും ചെയ്ത് വലിയ തോതിൽ അത് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലും ഭൂരിപക്ഷ വോട്ടുകളുള്ള സ്ഥലങ്ങളിലും ബാധിക്കും എന്ന വിമർശനവും ഉയർന്നിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ഒരു രഹസ്യ ബാന്ധവം സൃഷ്ടിക്കാൻ UDFിനെ പ്രേരിപ്പിച്ചത്. എന്തായാലും നിലവിൽ ഇത്തരം ഒരു ബന്ധം ഒരിടത്തും ഇല്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. എന്തായാലും ഇക്കാര്യം പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഏത് തരത്തിലുള്ള പരിശോധനകൾ ഇക്കാര്യത്തിൽ നടക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി, MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.